ഉത്തരേന്ത്യയിലും വലിയ ക്ഷാമം LPGക്കുണ്ട്. ഗ്രാമങ്ങളിൽ നഗരങ്ങളിലൊക്കെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അതേ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തിന് സർക്കാർ സാധ്യതകൾ തേടുന്നതെന്ന് കൂടി ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ പറയും. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 2 കപ്പലുകൾക്ക് ഇറാൻ അനുമതി കൊടുത്തു എന്നത് ഒരു ചെറിയ അളവിലെങ്കിലും നമുക്കൊരു ആശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെയാണ് കേന്ദ്രം ഇത് മുൻകൂട്ടി കാണുന്നത്? ഇപ്പോൾ പാനിക് ബൈയിങ് അരുത് എന്ന് പറയുന്നു, അവശ്യസാധന നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾക്കുണ്ടാകുന്ന ആശങ്ക ഈ ക്ഷാമം. ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ ഓരോ ഹോട്ടലുകളും കണ്ടു, എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ പൂട്ടുന്ന സ്ഥിതിയാണ്. ശരിക്കും ഒരു പ്രശ്നപരിഹാരം എന്താണ്? ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. ദിവിഷ്, തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഞാൻ ദിവിഷിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. കാരണം ഇപ്പോൾ ഈ ലൈവത്തോണൊക്കെ കാണുമ്പോൾ പലയിടത്തും ഈ നാട്ടിൽ പലയിടത്തും വിറകൊക്കെ ശേഖരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെയൊക്കെ ഡൽഹിയിലെ വീട്ടിൽ ഞങ്ങൾക്ക് ഈ ഗ്യാസ് അല്ലാതെ മറ്റൊരു ആശ്രയവുമില്ല. കാരണം നാട്ടിലാണെങ്കിൽ ഈ വിറകൊക്കെ അങ്ങനെ പല ബദൽ മാർഗങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഇവിടെ മണ്ണെണ്ണ സ്റ്റൗവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. സ്വാഭാവികമായും ഈ ഗ്യാസ് എന്നുള്ളത് ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ആശങ്ക വളരെയധികം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ന് ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുവാനാണ് പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 10:30 ലോക്സഭ പാർലമെന്റ് കവാടത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട്, അതായത് രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാചകവാതക പ്രതിസന്ധി സംബന്ധിച്ചുള്ള വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് എംപിമാർ തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ വിഷയം ഇന്ന് ശക്തമായി ഉന്നയിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി MK രാഘവൻ ഉൾപ്പെടെയുള്ള MP ലോക്സഭ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമാനമായ ആവശ്യം രാജ്യസഭയിലും ഉന്നയിക്കപ്പെടുവാനാണ് സാധ്യത. ഒരുപക്ഷെ സർക്കാർ ഇക്കാര്യത്തിൽ, അതായത് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇന്ന് പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയേക്കാൻ ഉള്ള സാധ്യതയാണുള്ളത്. കാരണം അത്രത്തോളം ഈ വിഷയം ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ഇങ്ങനെ ശക്തമായി വരികയാണ്. അതുകൊണ്ട് സർക്കാർ ഇന്നലെ ഈ വകുപ്പ് തല സെക്രട്ടറിമാരൊക്കെ ഡൽഹി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഒരുപക്ഷെ പാർലമെന്റിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ദിവിഷ്, അല്ല ബാലു, ഇപ്പൊ ഈ 2 കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയെന്ന വാർത്തയുണ്ടല്ലോ, അതൊക്കെ എത്ര സമയം എടുക്കുന്നതാണ് ഇന്ത്യയിലെത്താനും, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചരക്കിറക്കി അത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിലേക്കൊക്കെ എത്ര സമയം എടുക്കും? പിന്നെ മറ്റ് സമാന്തര വഴികൾ റഷ്യയിൽ നിന്ന് കൂടുതലുണ്ടോ? മറ്റേതെങ്കിലും രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? എന്താണ് വഴി? ഈ ഇറാൻ ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിലേക്കുള്ള 2 എണ്ണക്കപ്പലുകൾക്ക് അനുമതി നൽകുന്ന തീരുമാനം, ഹോർമുസ് കടലിടുക്ക് വഴി അത് കടന്നു പോകുന്നതിനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ഈ കപ്പൽ എപ്പോൾ കടക്കും, എന്തായിരിക്കും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. മറിച്ച് ഇറാനും അതുപോലെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ നടത്തിയ ചർച്ചയിൽ ഈ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലിടുക്ക് വഴി വരാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കറിയാവുന്നത്. അതിനപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും ഇത് ഓപ്പറേഷനിലാവുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള ചരക്ക് നീക്കം ഹോർമുസ് കടലിടുക്ക് വഴി പൂർണ്ണമായും ഈ ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ അനുമതി നൽകിയിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിപ്ലോമാറ്റിക് വിൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമാണ്. പക്ഷേ ഇത് തുടർന്നും കപ്പലുകൾക്ക് അനുമതി നൽകുക. കാരണം 2 കപ്പലുകൾ കൊണ്ട് മാത്രം ഇന്ത്യയുടെ പ്രതിസന്ധി പൂർണ്ണമായും തീർക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഗൾഫിൽ ഓരോ നിമിഷം കഴിയുന്നതോറും സ്ഥിതിഗതികൾ മാറുന്നുണ്ട്. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എതിരെയുള്ള ഇറാന്റെ ആക്രമണത്തിനെ അപലപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ആ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 135 രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ഇറാനെതിരായ പ്രമേയത്തെ ഇന്ത്യ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നയതന്ത്ര തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ആശങ്ക അതേപോലെ നിൽക്കുന്നുണ്ട്. ആശ്വാസത്തിനൊരു കാര്യം എന്നത് 2 കപ്പലുകൾക്ക് വരാനുള്ള അനുമതി എന്നാണ്. ഇതൊന്ന് പഴയ നിലയിലേക്കൊന്ന് ഈ ഹോർമുസ് കടലിടുക്ക്, അതിൻ്റെ കപ്പൽ ഗതാഗതം പഴയ നിലയിലാവാൻ തന്നെ സമയമെടുക്കും. ഇന്നലെയും സേഫ് സീ വിഷ്ണു എന്ന ഒരു അമേരിക്കൻ കപ്പൽ ഇറാൻ തകർത്തു എന്നതാണ് വാർത്ത. മൈനുകൾ പാകുന്നു. ആ മൈനുകൾ പാകുന്ന ഇറാൻ കപ്പലുകളും ബോട്ടുകളും ഒക്കെ അമേരിക്ക തകർക്കുന്നു. അങ്ങനെ വല്ലാത്ത പ്രശ്നം തന്നെയാണ്.